ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ലോഹങ്ങളിലൊന്നാണ് സ്വർണം. സ്വർണത്തെ പരിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ 20 ക്യാരറ്റ്, 22 ക്യാരറ്റ്, 24 ക്യാരറ്റ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. എന്നാൽ പലപ്പോഴും ജ്വല്ലറികളിൽ എത്തുമ്പോൾ വൈറ്റ് ഗോൾഡ് കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങൾ നമ്മൾ കാണാറുണ്ട്. സാധാരണ സ്വർണത്തേക്കാൾ ഇവയ്ക്ക് വില കൂടുതലാണ്. എന്താണ് വൈറ്റ് ഗോൾഡ്? വെള്ളി പോലെയാണ് വൈറ്റ് ഗോൾഡിന്റെ നിറം. എന്നാൽ സ്വർണത്തേക്കാൾ വില നൽകണം ഇതിന്. അതിന്റെ കാരണം എന്താണെന്നല്ലേ? വെളുത്ത സ്വർണം ഉണ്ടാക്കുന്ന പ്രക്രിയ വളരെ ബുദ്ധിമുട്ടാണ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ ലോഹങ്ങൾ ചേർത്താണ് വൈറ്റ് ഗോൾഡ് നിർമ്മിക്കുന്നത്. മഞ്ഞ നിറത്തിലുള്ള സ്വർണം സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരുതരം ലോഹമാണ്. എന്നാൽ വെളുത്ത സ്വർണം സ്വാഭാവിക സ്വർണമല്ല. മറ്റു ലോഹങ്ങളുമായി യോജിപ്പിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വെളുത്ത സ്വർണത്തിന് മഞ്ഞ സ്വർണത്തേക്കാൾ കൂടുതൽ വില നൽകേണ്ടി വരുന്നത്. വൈറ്റ് ഗോൾഡിന്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ വിലപിടിപ്പുള്ള പല ലോഹങ്ങളും ചേർക്കുന്നു. പ്രധാനമായും നിക്കൽ, വെള്ളലോഹങ്ങളായ പല്ലാഡിയം അല്ലെങ്കിൽ വെള്ളി എന്നിവയുടെ അലോയാണ്. റോഡിയം പോലുള്ള വിലപിടിപ്പുള്ള ലോഹങ്ങൾ വെളുത്ത സ്വർണം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. റോഡിയം വെളുത്ത സ്വർണത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു. വിപണിയിലെ മിക്ക വെള്ള സ്വർണത്തിലും നിക്കൽ അടങ്ങിയിട്ടുണ്ട്. ഒറിജിനൽ സ്വർണത്തിന് മഞ്ഞ നിറമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇവയ്ക്ക് തിളക്കം കൂട്ടേണ്ട ആവശ്യകതയും ഉണ്ടാകുന്നില്ല. എന്നാൽ വൈറ്റ് ഗോൾഡിന് ഇങ്ങനെയല്ല. പുരാതന കാലം മുതൽ മഞ്ഞ സ്വർണം പ്രചാരത്തിലുണ്ട്. എന്നാൽ സമീപകാലത്തായി വൈറ്റ് ഗോൾഡിന്റെ ജനപ്രീതി വർദ്ധിച്ചു വരികയാണ്. രാജ്യാന്തര വിപണിയിലും ഇതിന്റെ ആവശ്യം വർദ്ധിച്ചു വരികയാണ്. വരും നാളുകളിൽ പരമ്പരാഗത മഞ്ഞലോഹത്തെ വെല്ലുമോ വൈറ്റ് ഗോൾഡിന് കാത്തിരുന്ന് തന്നെ കാണണം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.